എല്ലാവരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നാണ് നമുക്ക് വീണ്ടും പറയുന്നത്. നമുക്കിനി കൊട്ടിക്കലാശത്തിന്റെ ആവേശമാണ് പങ്കുവെച്ചുകൊണ്ടിരുന്ന മലപ്പുറം പൂക്കൊട്ടൂരിലെ കാഴ്ചയാണ് കാണുന്നത്. ശരി അഷ്കർ, ഏതായാലും മലപ്പുറത്തും ആവേശത്തിനൊരു കുറവുമില്ല. ഇതാ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആഘോഷം പോലെയാണ് നമ്മൾ കാണുന്നത്. ആ വിവിധ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ പറയാം. അവസാന മണിക്കൂറുകളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം പൂക്കോട്ടൂർ പഞ്ചായത്തിലെ പള്ളിമുക്കാണ്. ഈ പള്ളിമുക്ക് 8ാം വാർഡിലാണ് LDF UDF തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡാണ്. ഇപ്പോൾ ഒരു ഭാഗത്തെ അധ്യക്ഷ പ്രവർത്തകരുടെ കൊട്ടിക്കലാശം ആരംഭിച്ചിരിക്കുന്നു, മറുഭാഗത്ത് അല്പസമയത്തിനും തന്നെ UDFിനും കൂടി കൊട്ടിക്കലാശം അവരുടെ റാലി പ്രകടനമായി തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് മുന്നണികളും ഒരുമിച്ചുകൊണ്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശം തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ പഞ്ചായത്ത് പൂക്കോട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് UDFിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ 19ൽ 18 സീറ്റും UDF നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെ വലിയ സ്വാധീനമാവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത്. വലിയ ആവേശം തന്നെ നടക്കുന്നു എന്ന് പറയാം. നൂറുകണക്കിന് പ്രവർത്തകരാണ് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഓരോരുത്തരും ഓരോ മുന്നണികളും തന്നെ ഇവിടെ നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ LDFിന്റെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പഞ്ചായത്തിലെ പ്രതീക്ഷയൊക്കെ? എങ്ങനെയുണ്ട്? പ്രതീക്ഷ എങ്ങനെയുണ്ട്? പ്രതീക്ഷ ഉണ്ട്. 100% വിജയം ഉറപ്പാണ്. UDFിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. എന്തായാലും ഇന്ന് ഈ ടൈമിൽ എന്തായാലും മാറ്റം ഉണ്ടാവും. വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് LDF. അതുപോലെ തന്നെ UDFിന്റെ പ്രകടനം കൂടി ഇങ്ങോട്ട് എത്താനുണ്ട്. രണ്ട് ഭാഗത്തും ഇവിടെ മറ്റിടങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്ത ഇടങ്ങളിലായാണ് മുന്നണികളുടെ പ്രകടനമെങ്കിലും മലപ്പുറത്ത് ഈ പൂക്കോട്ടൂർ പള്ളിമുക്കിൽ LDFും UDFും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രചാരണം തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ ആവേശത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ LDFിന്റെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഇനി UDFിന്റെ പ്രവർത്തകർ കൂടി എത്താൻ പോകുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമ്മതിദാനാവകാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊട്ടിക്കയറുന്ന അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ തോതിൽ രാഷ്ട്രീയം പറയുന്ന യുവാക്കളെ കൂടി കാണാൻ കഴിയുന്നു എന്നതാണ് ഈ കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ കുട്ടികളടക്കം പതാകകൾ എന്തിക്കൊണ്ട് കൃത്യമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളതും വലിയ കാഴ്ചയാണ്. എന്തായാലും എല്ലാ പാർട്ടികളും വലിയ ആവേശത്തോടു കൂടി തന്നെ നിൽക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിന്റെയും ചൂടും ചൂര് പണിയുന്ന ഗ്രാമങ്ങളിലേക്ക് അത് പഞ്ചായത്ത് ഇലക്ഷൻ കൂടിയാകുമ്പോൾ ഒരു സംശയം വേണ്ട വിനിത, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ബോഡി മാറുമെന്നുള്ള സംശയമില്ല. അതിന്റെ ആവേശം തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും. വിനീത, ശരി, ഏതായാലും മലപ്പുറത്ത് ആവേശം പൊടിപൊടിക്കുകയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 7 ജില്ലകൾ വിധി എഴുതുമ്പോൾ ഇതാ വടക്കൻ കേരളം വിധി എഴുതാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ കൊട്ടിക്കലാശത്തിന്റെ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.